ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഇന്ന് മൺഡേ മോർണിംഗ് തുടങ്ങി, പക്ഷേ നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ത്യയിൽ HMPV വൈറസ് ഡിറ്റക്ട് ചെയ്തതിനെ തുടർന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ PMI ഡാറ്റ വന്നതൊക്കെ പോസിറ്റീവായിരുന്നു, പക്ഷേ മാർക്കറ്റിൽ ആ ഒരു നെഗറ്റീവിസം നിൽക്കുന്നു. ഓക്കെ, മാർക്കറ്റ് അനാലിസിസ് അല്ലാതെ നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യാം. ഇന്ന് ഒരു IPO കൂടി ഓപ്പൺ ആവുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ്ങിൻ്റെ IPO ഒരു 410 കോടി രൂപയുടെ IPO ആണ്. ഈ വർഷം വരുന്ന ആദ്യത്തെ IPO ആണിത്. സോ അതിൻ്റെ റിവ്യൂ വീഡിയോ ആണിത്. അപ്പം വെൽക്കം ടു വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഇവരുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിയാക്ഷൻ സിസ്റ്റംസ്, സ്റ്റോറേജ് എക്യുപ്മെൻറ്റ്സ്, സെപ്പറേഷൻ ആൻഡ് ഡ്രൈയിങ് സിസ്റ്റംസ്, അതുപോലെ പ്ലാന്റ് എഞ്ചിനീയറിങ്, യൂട്ടിലിറ്റി സർവീസ്, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സർവീസസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ളത്. കമ്പനിയുടെ പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്നത് ഗ്ലാസ് ലൈൻഡ്, സ്റ്റെയിൻലെസ് സ്റ്റീല്, നിക്കോയ്, അലോയ് ബേസ്ഡ്. അതുപോലെ തന്നെ ഈ കമ്പനി കാറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കാണ് ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഫാർമ കമ്പനികൾ, കെമിക്കൽ കമ്പനികൾ, ഫുഡ് ആൻഡ് ബെവറേജ് കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികൾക്കാണ് ഈ കമ്പനികളുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ പോകുന്നത്. അതിൽ തന്നെ ഫാർമ കമ്പനികളെയാണ് ഈ കമ്പനികൾക്കാണ് 80% ഇവരുടെ പ്രൊഡക്റ്റുകളും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഫാർമ സെക്ടറിനെ കാറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് പറയാം. 410 കോടി രൂപയുടെ IPO ആണിത്. ഇതിൽ 210 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. ഈ 210 കോടി രൂപയിൽ 130 കോടി രൂപ അവർ ഉപയോഗിക്കുന്നത് അവരുടെ കടങ്ങൾ വീട്ടാനായിട്ടാണ്. 198 കോടി രൂപയുടെ ടോട്ടൽ ഗ്രോസ് ഡെറ്റാണ് ഈ കമ്പനിക്കുള്ളത്. അതിൽ 130 കോടി രൂപ ഈ ഒരു IPO പ്രൊസീഡ്സിൽ നിന്നും അവർ വിൽക്കാൻ പോകുന്നു. അതുപോലെ തന്നെ 40 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നത് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് 20 കോടി രൂപ അവർ ഇനോർഗാനിക് ഗ്രോത്ത് പല ഏറ്റെടുക്കലും മറ്റും നടത്താൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടയിൽ ഏകദേശം 5ഓളം എക്വിസിഷൻസ് ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. അപ്പം മുന്നോട്ടും അത് തുടർന്നേക്കാം, അതിന് വേണ്ടിയിട്ടായിരിക്കാം കാശ് മാറ്റി വെച്ചിരിക്കുന്നത്. അതിന് 200 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ഇപ്പോഴത്തെ പ്രൊമോട്ടർ 72.5% ഓഹരികളാണ് ഈ ഒരു കമ്പനിയിലുള്ളത്. അത് 60% കുറയും. അതായത് 12.5% ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നും വരുന്നത്. 133 മുതൽ 140 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 2793 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിയിൽ 15% ഏകദേശം ഡയലൂട്ട് ചെയ്യാൻ പോകുന്നത്. 6 മുതൽ 8 ജനുവരി 2025 വരെയാണ് ഈ IPO ഓപ്പൺ ആവുന്നത്. 13th ജനുവരി 2025 ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഈ കമ്പനി ബേസിക്കലി ഒരു സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഫാർമ കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ കമ്പനി സാധനങ്ങൾ കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് പല ഗ്ലോബൽ ടൈപ്പുകളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പ്രധാനപ്പെട്ട ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ നല്ല കമ്പനികളുമായിട്ടുള്ള ടൈപ്പുകൾ ഈ കമ്പനിയെ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ചും സപ്ലൈ അറേഞ്ച്മെൻറ്റ്സ് HMV പമ്പ്സ്, ഒരു സ്വീഡനിലുള്ള അറ്റ്ലസ് കോർപ്പറേഷനുമായിട്ടുള്ള HMV പമ്പ്സുമായിട്ട് ഇവർക്കൊരു ടൈപ്പ് ഉണ്ട്. അത് വാക്വം പമ്പുകളും അതുപോലെ തന്നെ ജപ്പാൻ്റെ ആഷി ഗ്ലാസ് പ്ലാന്റ്, GL ഹെക്കോ ഫ്ലോർ ഗ്ലാസ് ലൈനിങ്. ഈ ആഷി ഗ്ലാസ് പ്ലാന്റും GL ഹെക്കോവും സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് കൂടിയാണ്. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടിയാണ് ഈ കമ്പനിയിൽ. ഇവർ 11% സ്റ്റേക്ക് 2023 നവംബറിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 168 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ 2 ആഗോള കമ്പനികൾ ഈ കമ്പനിയിൽ നടത്തിയിരിക്കുന്നത്. അത് ഒരു ഷെയറിന് ഏകദേശം 80 രൂപ വെച്ചിട്ടാണ് അപ്പോൾ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 81 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷനാണ് 2023 ഈ 2025 സെപ്റ്റംബർ വരെ ഈ കമ്പനി നടത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 73 കോടി രൂപയുടെ കെപെക്സ് കൂടി കമ്പനി മുന്നോട്ടേക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പലതും ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനാണ്, പല ഏറ്റെടുക്കലുകളുമാണ് ഇവർ നടത്താൻ പോകുന്നത്. അതിൽ തന്നെ 40 കോടി രൂപ ഈ ഒരു ഫ്രഷ് ഇഷ്യൂ വഴിയാണ്, ഇപ്പോൾ IPOയിൽ നിന്ന് വരുന്ന ഫ്രഷ് ഇഷ്യൂ വഴിയാണ് 40 കോടി രൂപ ഫണ്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി കമ്പനി ലോണൊന്നും എടുക്കാൻ പോകുന്നില്ല. കമ്പനി തന്നെ സ്വന്തം ഇൻറ്റേർണൽ അക്രൂവൽസിൽ നിന്നാണ്, അതായത് പ്രോഫിറ്റിൽ നിന്നുള്ള നീക്കിയിരിപ്പ് ഉപയോഗിച്ച് തന്നെയാണ് അത് മാനേജ് ചെയ്യാൻ പോകുന്നത്.
മാനുഫാക്ചറിങ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടി നടത്തുകയാണെങ്കിൽ 13% വർധനവാണ് മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിൽ വരാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്റ്റുകളിലും അവരുടെ പ്രൊഡക്ഷൻ സപ്ലൈയിലും ഒക്കെ തന്നെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കമ്പനി മറ്റു സെക്ടറുകളിലേക്ക് കൂടി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാനും പ്ലാൻ ചെയ്തതായിട്ട് കാണുന്നു. അതിൽ പ്രധാനമായിട്ടും ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ്, ഹെവി എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റ്, എഡിബിൾ ഓയിൽ, ഇതൊക്കെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള പല സെക്ടറുകളിലേക്കും കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാൻ പോകുന്നു. അത് ഒരു ലോങ് ടേം ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പറയാവുന്നത്. ഇനി കമ്പനിയുടെ മാർജിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 2022 മുതൽ ഏകദേശം 2022നും 2024നും ഇടയിൽ 17% റവന്യൂ CAGR ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2022 പെർഫോമൻസ് റവന്യൂ, അതായത് റവന്യൂ ഏകദേശം 400 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തത്. 400 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2024 കാര്യമായിട്ടെടുത്താൽ 543 കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്തു. അതിൽ തന്നെ 58 കോടി രൂപയാണ് കമ്പനി നെറ്റ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തി, എല്ലാം കഴിഞ്ഞ് എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 11% മാർജിനാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. ഈ വർഷം, അതായത് 2024-25 സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ഹാഫിൽ 6 മാസം കൊണ്ട് കമ്പനി 307 കോടി രൂപയുടെ റവന്യൂവും 34 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാർജിൻ നോക്കുകയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് മാർജിൻ ഇപ്പോഴും കമ്പനി നിൽക്കുന്നു. ഒരു ഷെയറിന് മുകളിൽ EPS ആയിട്ട്, ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് കമ്പനി ഏകദേശം 3 രൂപ 50 പൈസയാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏർണിംഗ് പെർ ഷെയർ 3 രൂപ 50 പൈസയായിരുന്നു. ഈ സാമ്പത്തിക വർഷം 6 മാസം വരെയുള്ള കണക്ക് നോക്കുമ്പോൾ EPS ആയിട്ട്, ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് ഒരു ഷെയറിന് മുകളിൽ 1 രൂപ 90 പൈസയും കമ്പനി നേടിയിട്ടുണ്ട്. ഈ കമ്പനി സാധനങ്ങൾ ക്രെഡിറ്റിൽ വിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിക്ക് കിട്ടാക്കടമായിട്ട് ഏകദേശം 91 കോടി രൂപ ഉണ്ടായിരുന്നു. അതിപ്പോൾ 2023 91 കോടി രൂപ ഉണ്ടായിരുന്നത് ഈ സെപ്റ്റംബർ അവസാനിക്കുന്ന മാസം നോക്കുന്ന സമയത്ത് അത് 191 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് കമ്പനിയുടെ കിട്ടാക്കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, സാധനങ്ങൾ ക്രെഡിറ്റിൽ വിൽക്കുന്നു, അതിൽ നിന്നും കാശ് പിരിച്ചെടുക്കാൻ കമ്പനിക്ക് കഴിയുന്നില്ല എന്ന് വേണം ഒരു തരത്തിൽ നമുക്ക് അനുമാനിക്കാൻ. അതുതന്നെ റവന്യൂ ഗ്രോത്ത്, കമ്പനിയുടെ സെയിൽസിൻ്റെ വർധനമെന്ന് പറഞ്ഞാൽ 11% ആനുവൽ വർധനമാണ് സെയിൽസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 മുതൽ ഈ വർഷത്തെ 6 മാസത്തെ കണക്ക് വരെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു വർഷം ഏകദേശം ആവറേജ് 11% റവന്യൂ ഗ്രോത്താണ് കമ്പനി കാണിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ സ്റ്റോക്ക് ലെവൽ നോക്കിക്കഴിഞ്ഞാലും 80% വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 18 മാസം കൊണ്ട് കമ്പനിയുടെ സ്റ്റോക്ക് ഇൻവെൻട്രി ഏകദേശം 18% വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു സാധനം സ്റ്റോക്കിലേക്ക് വന്നു കഴിച്ചാൽ 5 മാസമെങ്കിലും കമ്പനി അത് ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ സെല്ലിംഗ് ആയിട്ട് പോകുന്നത്. അപ്പോൾ കമ്പനിയുടെ മൊത്തം കിട്ടാക്കടവും അതുപോലെ തന്നെ ഈ സ്റ്റോക്കും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മാസത്തെ സെയിൽസാണ് കമ്പനിക്ക് ഈ ഒരു രീതിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത്. ഒരു വർഷത്തെ സെയിൽസിൻ്റെ ഏകദേശം 8 മാസത്തെ സെയിൽസ് റവന്യൂ ആണ് കമ്പനിയുടെ കിട്ടാക്കടമായിട്ടും അതുപോലെ തന്നെ ഇൻവെൻട്രിയുടെ സ്റ്റോക്കിൻ്റെ രൂപത്തിലും കാണപ്പെടുന്നത്. ഇതൊരു കുറച്ച് ഹൈ ആയിട്ടാണ് തോന്നുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും കിട്ടാക്കടം പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റും കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ഒരു സ്കോപ്പാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് കാണുന്നത്. പക്ഷേ ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ കിട്ടാക്കടമൊക്കെ കൂടി വരുന്നുണ്ടെങ്കിലും കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റാണ് ഈ കമ്പനി ഡീൽ ചെയ്യുന്നത്, അധികം ആരും ഇല്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇപ്പോഴും 21%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഏകദേശം 25%. കമ്പനിയുടെ മൊത്തം 1/3, അതായത് നെറ്റ്വർത്തിൻ്റെ 444 കോടി രൂപയുടെ നെറ്റ്വർത്താണ് കമ്പനിക്കുള്ളത്. അതിൻ്റെ 1/3 ഏകദേശം ക്യാഷ് ആയിട്ട് തന്നെയാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. 40 കോടി രൂപയാണ് ജപ്പാനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി നടത്തിയിരിക്കുന്നത്. ROC കമ്പനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, മൊത്തം ക്യാപിറ്റൽ ഇറക്കിയിരിക്കുന്നതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം അതിൻ്റെ മുകളിലുള്ള റിട്ടേൺ ഏകദേശം 29%. സോ അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വാല്യുവേഷൻ വെച്ച് നോക്കിയാലും 2025 റവന്യൂ ഏകദേശം 650 കോടി രൂപയായിരിക്കും ഈ വർഷം. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് ഏകദേശം 4 രൂപ 40 പൈസ ഏർണിംഗ് പെർ ഷെയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ഇയർ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് നോക്കിയാലും 32x കമ്പനി പ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് കോസ്റ്റ് നോക്കിയാലും ഡെറ്റ് റിഡക്ഷനൊക്കെ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫോർവേഡ് PE ഏകദേശം ഒരു 27x നമുക്ക് കണക്കാക്കാം. അത് അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് പ്ലെയർ എന്ന നിലയിൽ ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ ഉണ്ട്, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്.
അതുപോലെ തന്നെ നല്ല കപ്പാസിറ്റി എക്സ്പാൻഷൻ വേണ്ടി കമ്പനി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രോത്ത് ഔട്ട്ലുക്ക് കുറച്ചുകൂടി പോസിറ്റീവാണ്. ഒരു പ്രശ്നമുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് മാത്രമാണ് എനിക്കൊരു ചെറിയ വിഷയം തോന്നുന്നത്. സോ 16 ഡിസംബർ 2024 ഈ 16 ഡിസംബറിന് കമ്പനി ഏകദേശം 40 കോടി രൂപ ഒരു പ്രീ IPO ആയിട്ട് റേസ് ചെയ്തതായിട്ട് കാണുന്നു. അത് ഏകദേശം 140 രൂപ per ഷെയർ തന്നെയാണ് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ പ്രീമിയം ഒന്നും വന്നിട്ടില്ല. സോ ഇനി എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക് ഗ്രോത്ത് ഏകദേശം 17% ഉണ്ട്. അതൊരു എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല, പക്ഷേ ഹൈ മാർജിൻ ബിസിനസ്സാണ്. ഗ്ലോബൽ ടൈപ്പ് കമ്പനിക്കുണ്ട്. കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് തോന്നുന്നു. സോ ഇതൊരു IPO അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആയിട്ടാണ് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റിലുണ്ടാകുന്ന ടർബുലൻസ്, ഈ പറയുന്ന ഈ വൈറസും മറ്റു കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ലിസ്റ്റിംഗ് ചെയ്യൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കമ്പനി വൈസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും ഇൻവെൻട്രി മാനേജ്മെൻറ്റും മാത്രമാണ് എനിക്ക് ചെറിയൊരു വിഷയമായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. വാല്യുവേഷൻ വൈസും കുറച്ചുകൂടി ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എന്നുള്ളതാണ്. സോ നമുക്കൊരു ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിന് ശേഷം കുറച്ച് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണാവുന്ന ഒരു IPO ആയിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. സോ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന റേറ്റിംഗ് ആണ്. സോ ഓഹരി വിപണിയിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. സോ നിക്ഷേപ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് കൂടി നടത്തുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഞങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.